നമസ്കാരം. കേരളത്തിൻ്റേതല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ, ഭാരതത്തിൻ്റെ തന്നെ അഭിമാന മുഹൂർത്തമായ ഈ പരിപാടിയിലേക്ക് വന്നിട്ടുള്ള എല്ലാവർക്കും സുസ്വാഗതം. നമുക്കറിയുന്നത് പോലെ തികച്ചും സവിശേഷമായ ഒരു പദ്ധതിയാണ് വിഴിഞ്ഞം. വർഷങ്ങളായിട്ടുള്ള കാത്തിരിപ്പിന് ശേഷം, വർഷങ്ങളായിട്ടുള്ള തയ്യാറെടുപ്പിന് ശേഷം, വർഷങ്ങളോളം നീണ്ടുനിന്ന പദ്ധതി രൂപീകരണത്തിന് ശേഷം ഇന്നിപ്പോൾ യാഥാർത്ഥ്യമാകുന്നത് ഇന്ത്യയിലേതല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ, ഏറ്റവും ഉന്നതമായ, ഏറ്റവും സാങ്കേതികമായ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു കണ്ടെയ്നർ ടെർമിനലാണ്. ഈ പരിപാടി കേരള സർക്കാരിൻ്റെ വിജയമാണ്. അതോടൊപ്പം തന്നെ കേരള സർക്കാർ ഉണ്ടാക്കിയെടുക്കുന്ന പങ്കാളിത്തത്തിൻ്റെ വിജയമാണ്. സ്വകാര്യ മേഖലയിലെ പ്രമുഖരായ അദാനിയുടെ പങ്കാളിത്തത്തോട് ഉണ്ടാക്കിയ ഈ പരിപാടിയിൽ അദാനിയുടെ വിജയം കൂടി ആയി നമ്മൾ കാണേണ്ടി വരും. ഇത് നാട്ടുകാരുടെ വിജയമാണ്, ദേശീയരുടെ വിജയമാണ്, കേരളീയരുടെ വിജയമാണ്. ഈ വിജയ മുഹൂർത്തത്തിൽ ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവരും ഈ പദ്ധതിക്ക് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ചവരാണ്. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഈ പദ്ധതിയുടെ വിജയത്തിന് വേണ്ടി തങ്ങളുടെ ഔദ്യോഗികവും അനൗദ്യോഗികവുമായിട്ടുള്ള കഴിവുകൾ ഈ പദ്ധതിക്കായി മാറ്റിവെച്ചവരാണ്. അങ്ങനെയുള്ള എല്ലാവരുടെയും സാന്നിധ്യത്തിൽ കേരളത്തിൻ്റെ ഈ പുതിയ ചാപ്റ്റർ ആരംഭിക്കുമ്പോൾ അവർക്ക് സ്വാഗതം ഓതുക എന്നുള്ള സന്തോഷകരമായ ദൗത്യമാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഞാൻ എൻ്റെ ദൗത്യത്തിലേക്ക് കടക്കുകയാണ്. സർ, ഈ പരിപാടിയുടെ അധ്യക്ഷൻ നമ്മുടെ ഈ പദ്ധതിക്ക് മണിക്കൂറുകളല്ല, ദിവസങ്ങളല്ല, ആഴ്ചകളല്ല, മാസങ്ങളല്ല, എല്ലാ സമയത്തും വിഴിഞ്ഞത്തിൻ്റെ ഈ പദ്ധതി പൂർത്തീകരണത്തിനായി പ്രയത്നിച്ച ബഹുമാനപ്പെട്ട തുറമുഖ സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ VN വാസവനെ ഇവിടെ സന്നിഹിതരായ എല്ലാവർക്കും വേണ്ടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ പദ്ധതി പല പ്രശ്നങ്ങളിലും പല ദുർഘടഘട്ടത്തിലൂടെയും പോകുമ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും പ്രചോദനമായിരുന്നത് ഒരാളുടെ നിശ്ചയദാർഢ്യമാണ്, ഒരാളുടെ തീരുമാനങ്ങളാണ്, ഒരാളുടെ ദീർഘവീക്ഷണമാണ്. അത് നമ്മുടെ എല്ലാവരുടെയും ആദരണീയനായ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിൻ്റെതാണ്. ഈ പരിപാടി അദ്ദേഹത്തിൻ്റെ കരകമലങ്ങൾ കൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു, ഈ പദ്ധതി ഇവിടെ തുറക്കപ്പെടുന്നു എന്നുള്ളതും നമുക്ക് ഏറ്റവും അഭിമാനമുള്ള ഒരു കാര്യമാണ്. ഇവിടെ സന്നിഹിതരായ എല്ലാവർക്കും വേണ്ടി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. Sir, it is a matter of great pride for us that the Honorable Union Minister for Ports, Shipping and Waterways, Sri Shorbananda Sonowal, has come all the way from Delhi to bless this occasion and be here at the auspicious opening of India's largest container terminal. Sir, हमारे लिए बहुत गर्व की बात है कि आप पधारे हैं इधर, और आपको सारी लोगों के ओर से आपको सुस्वागतम बोल रहा हूँ. സർ, ബഹുമാനപ്പെട്ട കേരള നിയമസഭയുടെ സ്പീക്കർ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ സന്നിഹിതരായ എല്ലാവർക്കും വേണ്ടി ബഹുമാനപ്പെട്ട സ്പീക്കറെ ശ്രീ ഷംസീറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. As I mentioned earlier, this occasion is equally an opportunity for celebration for Adanis. And we have Karan Adani here to represent the entire Adani company conglomerate. They have been working very hard to make this project a reality. On behalf of the government of Kerala and all of us gathered here, it is my honor to welcome Sri Karan Adani to this meeting. ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ V ശിവൻകുട്ടിയെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി VISLൻ്റെ ഡയറക്ടറുമായ ശ്രീ K രാജനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയും VISL ഡയറക്ടറുമായ ശ്രീ KN ബാലഗോപാലനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
ബഹുമാനപ്പെട്ട മത്സ്യബന്ധന സാംസ്കാരിക വകുപ്പ് ഡയറക്ടറും VISL ഡയറക്ടറുമായ ശ്രീ സജി ചെറിയാനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ GR അനിലിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പിൻ്റെ മന്ത്രി ശ്രീ കേളുവിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട MP അഡ്വക്കേറ്റ് A റഹീമിനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട കോവളം MLA ശ്രീ M വിൻസെൻറ്റിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് ശ്രീ ശ്യാം ജഗന്നാഥനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൊച്ചി പോർട്ട് അതോറിറ്റിയുടെ ചെയർമാനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. AVPPLൻ്റെ CEO ശ്രീ പ്രദീപ് ജയരാമനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ സന്നിഹിതരായിട്ടുള്ള നമ്മുടെ എല്ലാവർക്കും ആദരണീയരായിട്ടുള്ള പിതാക്കന്മാരെയും സ്പിരിച്വൽ ലീഡേഴ്സിനെയും എല്ലാവരെയും ഒറ്റവാക്കിൽ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ KS ശ്രീനിവാസിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നന്ദി പ്രകാശിപ്പിക്കുന്ന ഡോക്ടർ ദിവ്യ S അയ്യർ മാനേജിംഗ് ഡയറക്ടർ വിസിലിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സന്നിഹിതരായിട്ടുള്ള ജില്ലാ കളക്ടറും അതുപോലെയുള്ള മറ്റധികൃതരും നമ്മുടെ ബഹുമാനപ്പെട്ട MLAമാരും അതുപോലെ ജനപ്രതിനിധികളും ഇവിടുണ്ട്, നാട്ടുകാരുണ്ട്, ഇവിടുത്തെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ ഇവിടുണ്ട്. എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.